എടുത്തു തുടങ്ങി. ഇത് തുമ്പൂർ മൊഴി മോഡൽ എയറോബിക് കമ്പോസ്റ്റിംഗ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ ടെക്നോളജി ഡെവലപ്പ് ചെയ്തെടുത്തത് വെറ്ററിനറി യൂണിവേഴ്സിറ്റിയുടെ ഡോക്ടർ ഫ്രാൻസിസ് സേവിയർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ടീമിൻ്റെ, അദ്ദേഹം നേതൃത്വം കൊടുത്ത ഒരു ടീമിൻ്റെ പരീക്ഷണ നിരീക്ഷണങ്ങളുടെ ഫലമായി കണ്ടെത്തിയ ഒരു ടെക്നോളജി ഡെവലപ്മെൻറ്റാണ് അല്ലെങ്കിൽ അതിൻ്റെ പരിണിത ഫലമാണ് ഇത്തരത്തിലൊരു പ്ലാന്റ് നിർമ്മാണത്തിന് എന്നെ പ്രേരിപ്പിച്ചത്. കാരണം ഈ പ്ലാന്റ് നിർമ്മിക്കാൻ വേണ്ടി തുമ്പൂർ മൊഴി മോഡൽ അവർ ചെയ്തതെല്ലാം ഫെറോ സിമെൻറ്റ് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ അതിന് 12,000-നും 11,000-നും ഇടയ്ക്ക് ചിലവ് വരുന്നത് കാരണം ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരെണ്ണം പ്രാവർത്തികമാക്കിയത് ഞാൻ ഇത്തരത്തിലാണ്. സാർ, ഇത് എങ്ങനെയാണ് സ്റ്റാർട്ടിങ് തൊട്ട് നമ്മുടെ പ്രാവർത്തികമാക്കാനുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് കൺസ്ട്രക്ഷൻ എന്ന് പറയാം? അതെ, ഇത് ആദ്യം 4 അടി വീതി, 4 അടി നീളം, 4 അടി പൊക്കം, ഉൾഭാഗം വരത്തക്ക രീതിയിൽ ഇതിനെ കട്ടകൾ ഇടയിൽ ഗ്യാപ്പ് വിട്ട് എടുക്കുക. ഗ്യാപ്പിൻ്റെ പ്രധാന ആവശ്യം അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ്റെ സാന്നിധ്യം ഇതിനകത്ത് കടക്കുക. ഓക്സിജനും ഈ ഉണങ്ങിയ ഇലയിലുള്ള കാർബണും കൂടെ ചേർന്നാണ് ഇതിനകത്ത് പ്രതിപ്രവർത്തിച്ച് മീഥൈനും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ലിമിറ്റേഷൻസ് നടപ്പിലാക്കുന്നത്. ഇതിൽ മീഥൈനും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ജനറേഷൻ കുറയ്ക്കും. കാരണം അത് കാരണം അന്തരീക്ഷ മലിനീകരണം നല്ലൊരു ശതമാനം ഇതിൽ കുറഞ്ഞു കിട്ടും. കാരണം പൈപ്പ് കമ്പോസ്റ്റ് ആയിരുന്നാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഈ വായു കടക്കാത്ത കമ്പോസ്റ്റ് അനോറബിക് ആയതുകൊണ്ട് അതിനകത്ത് മീഥൈലും കാർബൺ ഡൈ ഓക്സൈഡും കൂടും. അത് ഇത് ആദ്യം ഒരു വരി എടുക്കുന്നു, അതിനുശേഷം രണ്ടാമത്തെ അരി എടുക്കുന്നു. ഈ ഒരു വരി അടുക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് 6 ഇഞ്ച് കനത്തിൽ ചാണകം നിറയ്ക്കാം. അത് സിമെന്റ് ഇട്ടതോ മണ്ണായതോ ആവാം. കാരണം വെള്ളം കെട്ടി വയ്ക്കാൻ പാടില്ല. വെള്ളം കെട്ടി വയ്ക്കാത്ത രീതിയിൽ അതിനെ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് സിമെന്റ് ഇതാണ് ഇതിൻ്റെ അടിയിൽ. അപ്പം 4 ദിവസം വെള്ളം കെട്ടാത്ത രീതിയിൽ നമുക്ക് ചാല് കയറി വെളിയിലേക്ക് പോകാനുള്ള അനുവാദം കൊടുക്കാം. അപ്പോൾ 6 ഇഞ്ച് കനത്തിൽ ചാണകം ഇടുകയും ചാണകത്തിൻ്റെ മുകളിൽ വീണ്ടും ഉണങ്ങിയ കരിയില, കാരണം പച്ചിലകളൊന്നും തന്നെ ഇതിനകത്ത് ഇടാൻ പാടില്ല. ഉണങ്ങിയ കരിയില ഇട്ടതിന് ശേഷം ആ കരിയിലയുടെ മുകളിൽ ഏത് മാലിന്യവും എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക്, കുപ്പിയോട് ഇതുപോലെയുള്ള ജൈവേതര മാലിന്യങ്ങൾ ഒഴികെ ജൈവ മാലിന്യങ്ങളെല്ലാം തന്നെ ഇടാം. പക്ഷേ ഒരു പ്രധാന കാര്യം ഉണങ്ങിയ ചിരട്ട, നമ്മൾ തേങ്ങ അരച്ചതിന് ശേഷം ബാലൻസ് വരുന്ന ഉണങ്ങിയ ചിരട്ട, അതുപോലെയുള്ള ഈ പച്ചിലകൾ, ഇതുപോലെയുള്ള സാധനങ്ങൾ ഇതിനകത്ത് ആദ്യം തന്നെ കിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. അത് കഴിഞ്ഞിട്ട് ചവറിൻ്റെ മുകളിൽ ഈ ചത്ത പശുവായിരുന്നാലും പട്ടിയായിരുന്നാലും പൂച്ചയായിരുന്നാലും ഇറച്ചിയുടെ വേസ്റ്റ് ആയിരുന്നാലും കോഴിത്തൂവലായിരുന്നാലും ചത്ത കോഴിയായിരുന്നാലും അതിൻ്റെ മുകളിലിട്ട് വീണ്ടും 6 ഇഞ്ച് കനത്തിൽ ചാണകം കൊണ്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പോസ്റ്റ്, കാരണം ലെയറായിട്ട് ഇത്തരത്തിൽ 3 ലെയറായിട്ട് ഇട്ടതിന് ശേഷം ടോപ്പിലെത്തി കഴിയുമ്പോൾ ഇതിന് 3 മാസത്തെ 90 ദിവസത്തെ റെസ്റ്റ് കൊടുക്കുക. ആ 90 ദിവസത്തിൽ നമ്മൾ ഇട്ടതിനകത്ത് ഫില്ല് ചെയ്യുമ്പോൾ തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇതിന് ഉള്ളിലുള്ള ടെമ്പറേച്ചർ 70 ഡിഗ്രി ആയിട്ട് വർദ്ധിക്കുന്നു. 70 ഡിഗ്രി വരെ ടെമ്പറേച്ചർ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ടെമ്പറേച്ചർ ഉണ്ടാകുന്നത് കാരണം അണുബാധ, രോഗബാധ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഈ പ്ലാന്റ് കൊണ്ട് ഉണ്ടാകുന്നില്ല. സാർ, അപ്പോൾ എനിക്കുള്ള സംശയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ സാറ് പറഞ്ഞു പശുവിനെയും പട്ടീനെയും ഒക്കെ ഇടുന്നു, അപ്പോൾ ഇതിൻ്റെ എല്ലുകളെല്ലാം പൊടിഞ്ഞു കിട്ടും. 45 ദിവസം കൊണ്ട് ഒരു പശു, പൂർണ്ണ രൂപത്തിലുള്ള പശു 45 ദിവസം കൊണ്ട് എല്ലുകൾ പൊടിഞ്ഞു കിട്ടിയതായിട്ടുള്ള പരീക്ഷണം ഫ്രാൻസിസ് സാറിൻ്റെ സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് എന്തുകൊണ്ട് നമ്മുടെ ഒരു മാതൃകയായിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ്. കാരണം തിരുവനന്തപുരം നഗരത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇത്തരത്തിലുള്ള ഒരു പ്ലാന്റിൻ്റെ അനിവാര്യത എന്തെന്നാൽ അവർക്ക് കുടുംബശ്രീ, ജനശ്രീ യൂണിറ്റുകളുണ്ട്. അവർക്ക് വീടാന്തരം ജൈവമാലിന്യങ്ങൾ വേർതിരിച്ചു കൊടുക്കാൻ അവിടുത്തെ നഗരവാസികളുണ്ട്. ആ ജൈവേതര മാലിന്യങ്ങൾ 2 ബക്കറ്റിൽ, ഒന്നില് ജൈവമാലിന്യം, ഒന്നില് ജൈവേതര മാലിന്യം കളക്ട് ചെയ്യുമ്പോൾ ജൈവമാലിന്യങ്ങൾ മാത്രം കൊണ്ടുവന്ന് ഇത്തരം പ്ലാന്റുകളിൽ നിക്ഷേപിക്കുവാനും കൂട്ടായ്മയിലൂടെ അത് കമ്പോസ്റ്റാക്കി മാറ്റി അവർക്ക് തന്നെ വിപണനം ചെയ്ത് നല്ലൊരു വരുമാന മാർഗത്ത്, കാരണം ടെറസ് കൾട്ടിവേഷൻ, യാർഡ് കൾട്ടിവേഷനിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്നതാണ്. തമിഴ്നാട്ടിലെ വിഷം കലർന്ന പച്ചക്കറികൾ തിന്നുന്നതിൽക്കാൾ ഭേദം സ്വന്തം കാമ്പൗണ്ടിൽ ഒരു 100 ഗ്രാമെങ്കിലും ഡെയിലി ഉത്പാദിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമായിരിക്കും. ഷീറ്റ് കാരണം നനയാൻ പാടില്ല. ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത വെച്ചാൽ മഴ നനയാൻ, കാരണം ലീച്ചിങ് ഇല്ല. മഴവെള്ളം നനഞ്ഞാൽ ലീച്ചിങ് ഉണ്ടാകും. ലീച്ചിങ് ഉണ്ടാകുമ്പോൾ ദൂഷ്യം എന്തായിരിക്കും? ലീച്ചിങ് അതിനകത്തുള്ള പല ഈ ഘടകങ്ങളും മണ്ണിൽ ഒലിച്ചേരി, ഉദാഹരണത്തിന് വിളപ്പിശാല ലീച്ചിങ് ഉണ്ടായപ്പം, കാരണം ലീച്ചിങ് എന്ന് പറയുന്നത് മണ്ണിനെ മലിനപ്പെടുത്തുന്നതാണ്. അണ്ടർഗ്രൗണ്ട് വാട്ടർ എല്ലാം അതിനകത്ത് പല ഘടകങ്ങളും ഉണ്ടാവും. കാരണം ഫുള്ളി ട്രീറ്റഡ് ആവാത്ത ഈ സെമി ട്രീറ്റഡ് സെഡിമെന്റ്സ് അത് മണ്ണിനെ മലിനപ്പെടുത്തുന്നത്, കുടിവെള്ളത്തെ മലിനപ്പെടുത്തുന്നത്.
ഇത് കംപ്ലീറ്റ് ഫോം ആയി കഴിഞ്ഞ് കമ്പോസ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ എഫക്റ്റ് മാറി കിട്ടും. അത് മാത്രമല്ല ഇതിനകത്ത് വേസ്റ്റ് ഈ മീറ്റ് വേസ്റ്റ് കോഴി വേസ്റ്റ് ഇതെല്ലാം ഇട്ട് കഴിയുമ്പം പകുതി കമ്പോസ്റ്റായ സാധനം ലീച്ചിങ് ആയിട്ട് മുന്നിലൊന്നും എന്താവും സ്മെല്ല് മാത്രമല്ല അവിടെ വേറെ കീടങ്ങളുണ്ടാവും, അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. സാർ അപ്പോൾ ഒരു കാര്യം ഇപ്പം നാറ്റത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, അപ്പം ഇങ്ങനെ ചെയ്തു വരുമ്പോഴത്തേക്കും നാറ്റം പുറത്തോട്ട് എത്തത്തില്ലേ? ഇല്ല അപ്പോൾ നാറ്റം നിൽക്കുകയാണ് ഇവിടെ. കാരണം ഒരു 2-3 മിനിറ്റ് ചിലപ്പോൾ നാറിയെന്ന് വരും. അപ്പം ഞാൻ ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചത്ത പട്ടി പുഴു കയറി അടുത്ത് സ്മെല്ല് കാരണം പോകാൻ പോലും നിവർത്തിയില്ല കിടക്കുകയാണെങ്കിൽ അതിൻ്റെ പുറത്ത് 2 ബക്കറ്റ് സ്ലറി ഒഴിച്ച് അല്പം മണ്ണ് വിട്ട് കഴിഞ്ഞാൽ മഴ നനഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നാറ്റം നിൽക്കുന്നു. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കാം? എനിക്ക് വേറെ ഒന്നും ഇല്ല. മനസ്സിലായില്ലേ? ഇത് പ്ലാന്റ് യഥാർത്ഥം നമുക്ക് എല്ലാ സ്ഥലത്തും പ്രാവർത്തിയാക്കാൻ പറ്റുന്നതാണെന്ന് മനസ്സിലായി. വലിയ ചിലവില്ലാത്തതാണ്. 2,000 രൂപയ്ക്ക് താഴെ മാത്രം ചിലവ് വരുത്തി. ഇതിൻ്റെ റൂഫ് എന്ന് പറയുന്നത് ഈ പോളിത്തീൻ ഷീറ്റോ അല്ലെങ്കിൽ ടാർപ്പാളിനോ എന്തെങ്കിലും, കാരണം ഓല മുടങ്ങി ഇതിനെ കെട്ടാൻ കഴിയുമെങ്കിൽ ഞാൻ അതിനെ 100% സപ്പോർട്ട് ചെയ്യുന്നു. കാരണം അതും ഓർഗാനിക് വേസ്റ്റ് തന്നെയാണ്. ഓല മുടങ്ങാൻ നാളിലെ വേണമെങ്കിൽ ഓലയും നമുക്ക് മുടയാൻ പഠിക്കാം, നഗരവാസികളെ പഠിപ്പിക്കാം. കാരണം പാഴായി പോകുന്ന ഇന്ന് ഓല വാങ്ങിക്കാനാളില്ല, ഓല മുടയാനാളില്ല, ഓല കിട്ടുന്ന കൂരകളില്ല. ഇത് ചെയ്തതിന് പറയാൻ നമുക്ക് ബാംബുവിന്റെ 4 വശത്തായിട്ട് വെച്ച് കഴിഞ്ഞാണെങ്കിലും ഇതേപോലെ ചെയ്യാൻ പറ്റും. പമ്പും ഓലയും കൊണ്ട് മുടഞ്ഞ ഓലയും കൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള റൂഫ് കഴിവതും എത്രത്തോളം ഓർഗാനിക് ആക്കാമോ അത്രത്തോളം ചെലവ് കുറയ്ക്കാൻ പറ്റും. ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഓല എന്ന് പറയുന്നത് പൈസ കൊടുത്ത് വാങ്ങിക്കില്ല. നമ്മളെ ഒരു ദിവസം, കാരണം ദിവസം കിട്ടുന്ന ഒരു അരമണിക്കൂർ 4-5 മടൽ ഓല മുടഞ്ഞെടുക്കാൻ കഴിയുമെങ്കിൽ ഈ 2 ഓല വെച്ച് കെട്ടി നമുക്ക് കൂര ഉണ്ടാക്കാം, മേൽക്കൂര ഉണ്ടാക്കാം. ആരുടെയും സഹായമില്ല, പരസഹായമില്ല. തന്നെ